അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. എല്ലാവർക്കും ഇത് നമുക്ക് മഴക്കാലത്ത് എന്തായാലും ഒരു അത്യാവശ്യമുള്ളൊരു സാധനം തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഇതിന് ഞാൻ എന്താന്ന് ചോദിച്ചാൽ ഇത് നിസ്കാരക്കുപ്പായാണ് കേട്ടോ. ഇതിന് ഞാൻ എന്താ വാങ്ങിക്കണമെന്ന് വെച്ചാൽ നമ്മൾ സാധാ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് സാധാരണ എല്ലാവർക്കും 2 നിസ്കാരക്കുപ്പായം ഉണ്ടാവും. എന്തായാലും നമ്മൾ സാധാ യൂസ് ചെയ്യണമൊന്നും പിന്നെ നമ്മളൊന്ന് എടുത്തേക്കണം. ആരെങ്കിലുമൊക്കെ വന്നാൽ ഇട്ട് കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തേക്കുമെന്ന്. പക്ഷേ ഈ മഴയത്ത് നമ്മളത് കഴുകി ചിലപ്പോൾ ഉണങ്ങാതെ ആയി കഴിഞ്ഞാൽ കോട്ടൻ്റെയൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ പല സൈസിലെ നിസ്കാര കുപ്പായങ്ങളൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ചിലവരൊക്കെ പർദ്ദ അങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മൾ സാധാരണക്കാർ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ നിസ്കാര കുപ്പായം ഞാനും ഇത് തന്നെയാണ് ചെയ്യൽ. എൻ്റെ അടുത്തും 2 എണ്ണം ഉണ്ട്. പക്ഷേ ഇത് ഞാൻ ലൈനിങ്ങിൻ്റെ തുണിയാട്ടോ. ലൈനിങ്ങിൻ്റെ കോട്ടൻ്റെ അല്ല. പിന്നെ നമ്മൾ ഈ നെറ്റിൻ്റെ ഒക്കെ അടിയിൽ വെക്കണ തെളുക്കല്ലതല്ലാത്തുണ്ടല്ലോ, അത് നല്ല സൂപ്പറാട്ടോ. കുറച്ചൊക്കെ കട്ടി കൂടിയ സൈസ് ആണേനും ആകെ ഇതിന് 100 രൂപയാണ് ചിലവഴിക്കണത്. ആ 100 രൂപയ്ക്ക് നമുക്ക് നല്ല അടിപൊളി ഒരു നിസ്കാരക്കുപ്പായം തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പം തയ്ക്കാൻ വെക്കണോരാണെന്ന് വെച്ചാൽ തയ്യക്കൂലിയും കൊടുക്കണ്ടല്ലോ. അപ്പം അങ്ങനെ പിന്നെ ഇത് കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് തയ്ച്ചു നോക്കിയാൽ എന്താ, നമുക്ക് ഒരുപാടാൾക്ക് ചിലപ്പോൾ ഇത് ഉപകാരപ്രദമാവും എന്ന് കരുതിങ്ങാണ്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് 4 മീറ്ററാണ് എടുത്തിക്കണത് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ 4 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ഇഞ്ചാണ്. അപ്പം 32 അങ്ങനെ 2 തുണി ബാക്കിലും മുമ്പിലും ഉള്ളതാവുമ്പോൾ ഞാൻ അതിനെ വെട്ടി കുറച്ചിട്ടൊന്നുമില്ല കേട്ടോ. വീതി നമുക്ക് നിസ്കാരക്കുപ്പായം നല്ല ലൂസിൽ വേണമല്ലോ. അതിപ്പോൾ ആരെങ്കിലും വന്നിടുന്ന തടിയില്ലോലായാലും തടിയില്ലാത്തവരായാലും ഒക്കെ നമ്മളത് അളവ് കറക്റ്റാക്കി അല്ലല്ലോ എടുക്കുക. അപ്പം അങ്ങനെ ഇത് 32 ഇഞ്ച് വീതിയുള്ളൊരു തുണിയാണ്. അത് ഫുള്ളും ഞാൻ എടുത്തിക്കണം കേട്ടോ. പിന്നെ നീളം ഞാനൊരു 70 ഇഞ്ചൊക്കെയാണ് എടുത്തിക്കണം കേട്ടോ. വെച്ച് നല്ലോണം ഉണ്ട്. നമ്മളിപ്പോൾ ഇനി റുക്കും സുജൂദും എന്ത് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ കാലോ ഒന്നും കാണാത്ത രീതിക്ക് തന്നെയാണ് കേട്ടോ. വീതിയും വലിപ്പവും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാനിത് എടുത്തിക്കണത്. ഇനി നമുക്കിത് പെട്ടെന്നൊന്ന് തയ്ച്ചെടുക്കാം. ഇത് കയ്യിന് കുറച്ച് നമ്മൾ ഏച്ച് കൊടുക്കണം കേട്ടോ. കൈ നമ്മൾ നിസ്കാരക്കുപ്പായത്തിന് ഏക്കണ പോലെ തന്നെ ഏച്ചിക്കാണ്. വെറും എത്ര എളുപ്പമുണ്ടെന്ന് അറിയാം. 10 മിനിറ്റ് തന്നെ ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എളുപ്പമുണ്ട്. വെറും കൗത്ത് മാത്രം ഒന്നിങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ കയ്യും വെച്ചാൽ സൈഡ് മൂട്ടി നിസ്കാരക്കുപ്പായായി. പിന്നെ ഞാൻ ഈ മുന്നിൽ കുറച്ചൊന്നും ഓപ്പൺ ഇട്ടിക്കണ്. അതെന്തിനോ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഊരിയിടാനും ഒക്കെ ഇതാണ്. പിന്നെ അത് കുറേ വീതി ഇറക്കമൊക്കെ ആയിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ. അപ്പം അങ്ങനെ ഞാനിവിടെ ചെറിയൊരു ഇത് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. കുളത്തൊക്കെ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം. ഞാൻ വെക്കണമെന്നൊന്നും കരുതിയിട്ടില്ല. നമ്മൾ മഫ്തട്ട് കഴിഞ്ഞാൽ കാണുമൊന്നുമില്ല കേട്ടോ. ഏതായാലും ഞാൻ അങ്ങനെ വെച്ചിക്കണ്. പിന്നെ ഇതിൻ്റെ കഴുത്തിന് ഞാൻ ഉള്ളിലേക്കൊരു കഷ്ണം ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തേക്കാണ്. അപ്പം അവിടെ ഒരു കട്ടിയും കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ഞാനിതിൻ്റെ ഈ കഴുത്ത് മറിച്ച് കൊടുത്ത ആ കഷ്ണം അതിൻ്റെ ഉള്ളിൽ വെച്ചൊന്ന് തയ്ച്ചെടുക്കണുണ്ട്. അപ്പോൾ ഇതാ മഴക്കാലത്തൊക്കെ നല്ല ഫസ്റ്റാണ് കേട്ടോ ഞാനിത് ഇട്ടുകൊണ്ടൊന്ന് കാണിച്ചതുകൊണ്ട് ലാസ്റ്റ്. അപ്പം നല്ല സൂപ്പറാണ് കേട്ടോ. ഉണങ്ങും ചെയ്യും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ തന്നോളൂ. മറക്കൊന്നും വേണ്ട ആരും. അപ്പം ഇതാ ഞാനിതിൻ്റെ കഴുത്തൊക്കെ പിടിപ്പിച്ച് ശരിയാക്കി വെച്ചു കേട്ടോ. നമുക്കിതിൻ്റെ കയ്യും വെക്കണം. കയ്യിന് ഞാനൊരു അലാസ്റ്റിക് ഇടാൻ കരുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കയ്യിന് അലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഈ തുണി പിന്നെ കോട്ടൻ്റെ അല്ലാത്തത് കൊണ്ടാണ് അലാസ്റ്റിക് ഇടുന്നത്. കാരണം നമ്മളിങ്ങനെ ഇതാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കയറിയൊക്കെ ചെയ്താലോ. അപ്പോൾ അത് എഴുതിങ്ങാണ്ട് അലാസ്റ്റിക് ഇട്ടിക്കുകയാണ് കേട്ടോ. എന്നാൽ നമുക്ക് അവിടെ അങ്ങനെ മുറുകി കിടക്കുകയും ചെയ്തോളും. അപ്പം അങ്ങനെ ഇട്ടിക്കുകയാണ്. അലാസ്റ്റിക് വെള്ളയൊന്നും ഉണ്ടായില്ല. അപ്പം ഞാനൊരു കറുപ്പുണ്ടായിരുന്നു, അങ്ങനെ അത് ഇട്ടിക്കുക കേട്ടോ. അപ്പം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങളെന്ന്? ഞങ്ങൾക്ക് വെയിലാണ്. നിങ്ങൾക്കൊക്കെ വെയിലാണോ മഴയാണോ? അപ്പം ഇങ്ങനെയൊക്കെ തയ്ച്ച് നോക്കിക്കഴിഞ്ഞാലേ മഴക്കാലത്ത്
സുഖമായിട്ട് കഴുകി ഉണങ്ങും കേട്ടോ. എന്തായാലും ഉണങ്ങും, കാറ്റ് തട്ടേണ്ട പണിയുള്ളൂ. അപ്പോൾ അതേപോലെ ഞാൻ അലാസ്റ്റിക് ഇട്ടിക്കുകയാണ്. ഞാൻ അതിൻ്റെ അരികെ ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. ഈ അലാസ്റ്റിക്കാണ് ഇട്ടിക്കണം കേട്ടോ, ചെറിയ അലാസ്റ്റിക്, കയ്യിനൊക്കെ വെക്കണ അലാസ്റ്റിക് തന്നെയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിക്കണേ. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് മൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇതൊരു നിസ്കാരക്കുപ്പായാവും. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് വക്കടിച്ച് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ വേഗത്തിലാണ് കേട്ടോ. എത്ര ഉള്ളൂ, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നിസ്കാരക്കുപ്പായാക്കാം. വലിയ വിലയില്ല. പിന്നെ മീറ്ററിന് എത്ര 24 എങ്ങാണ്ടുള്ളൂ കേട്ടോ മീറ്ററിന്. ഞാൻ 4 മീറ്റർ തന്നെയാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ താഴെ ഭാഗം അടി മടക്കി അടിച്ചു കേട്ടോ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിസ്കാരക്കുപ്പായ ഇവിടെ റെഡിയായി. അപ്പം ഞാനിതൊന്ന് ഇട്ട് കാട്ടിത്തരാം കേട്ടോ. ഇതിൻ്റെ അടിഭാഗം മടക്കി അടിച്ചു. ഇനി നമുക്കിത് ഒന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ ഇട്ട് കാണിച്ചുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ഇട്ടിക്കണത് ഒരു കറുത്ത മേക്സി ആയതുകൊണ്ട് വെള്ളം ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സൂപ്പറാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.